നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് പരമാവധി ഭംഗിയാക്കി ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ചാനൽ കാണുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ഉദ്ദേശം. വളരെ ചെറിയ സ്പേസ് ആണെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് വീട് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്ന ഈ ഒരു ഹോം ടൂർ. വെറും 4.5 സെൻറ്റിൽ 900 സ്ക്വയർ ഫീറ്റിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ കിഡിലൻ ഹോം ടൂറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കൂടെ ഉള്ളത് വാഫ്റ്റ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഡയറക്ടറിൽ ഒരാളായിട്ടുള്ള നിജാസ് ആണ്. ഇവരുടെ പ്രൊജക്റ്റുകൾ മുമ്പും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒപ്പീനിയൻസ് കിട്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളാണ് മുന്നേ നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വീടാണ്. വളരെ ചെറിയൊരു സ്ക്വയർ ഫീറ്റിൽ അടിപൊളിയായിട്ട് ഇന്ന് കല്യാണം കഴിച്ചൊരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു കപ്പിളും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വീടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതും 900 സ്ക്വയർ ഫീറ്റ് ആണ്, 4.5 സെൻറ്റ് സ്ഥലത്താണ് വരുന്നത്. ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യം ഇവരുടെ സ്ഥാപനത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. വാഫ്റ്റ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ അല്ലേ? രണ്ടുപേരല്ലേ? രണ്ടുപേരാണ്. മറ്റാളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. രണ്ടുപേരാണ് വാഫ്റ്റിലുള്ള നിജാസ്, രണ്ടാമത്തത് അഫീഫ്. യെസ്, അതിൽ ഇദ്ദേഹത്തിന്റെ പേര് നജാസ്. ഇദ്ദേഹത്തിന്റെ വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ഈ വീട് 4.5 സെൻറ്റ് സ്ഥലത്താണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ വീട് 900 സ്ക്വയർ ഫീറ്റ് ചെയ്യുമ്പം അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് കൊള്ളിക്കുക എന്ന് പറയുന്നത് വലിയൊരു സാഹസമായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലാൻഡ്സ്കേപ്പ് ഒരു ചെരിവും കാര്യങ്ങളൊക്കെ? ഈ ഫ്രണ്ട് സ്പേസ് വരുന്ന സമയത്ത് വളരെ നാരോ ആയിട്ടുള്ള വീതി കുറഞ്ഞിട്ടുള്ള സ്പേസ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാറ് നമുക്ക് ഒരു പോർച്ചിന്റെ ഒരു ഏരിയ വേണം. ആ ഏരിയ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ആ സൈഡിൽ കുറച്ച് ചെരിഞ്ഞിട്ടാണ് പ്ലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്കായിട്ട് നമ്മൾ വീട്ടിലേക്കുള്ള എൻട്രി കൊടുത്തിട്ട് ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ പോർച്ചിന്റെ ഒരു ഏരിയ കാർ നിർത്താനുള്ള സ്പേസ് ഇവിടെ കൊടുത്തു. വീട്ടിലേക്ക് ഇതേപോലെ ഒരു പാത്ത് വേ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഒരു നടവഴി. അത് നമ്മുടെ ലോണിൽ കൂടെ നമ്മുടെ ലാൻഡ്സ്കേപ്പ് കൂടെ തന്നെ വീട്ടിലേക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ഭാഗത്തെല്ലാം ഇതേപോലെ പ്ലാന്റുകൾ സെറ്റ് ചെയ്തു അല്ലേ? ഇത്ര ചെറിയ സ്പേസ് ആണെങ്കിലും ഈ മുകൾ ഭാഗത്ത് നിറയെ കർട്ടൻ ക്രീപ്പേഴ്സ് അല്ലേ നൽകിയിരിക്കുന്നത്? യെസ്. ഗേറ്റിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ GI-GP ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് അടിപൊളിയായിട്ട് ഇതേപോലെ ഒരു പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇതൊരു സ്ലൈഡിങ് ഗേറ്റ് ആണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്താണെന്നുള്ളത് ഇതിന്റെ ആള് തന്നെ പറയും. നിങ്ങൾ എന്ത് രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പറയും? ഇത് നമ്മളെ വെഹിക്കിൾ കാർ ഇവിടെ നിർത്തിയിരുന്ന സമയത്ത് സ്ലൈഡിങ് ചെയ്യുന്ന സമയത്ത് സ്ട്രൈറ്റ് ആയിട്ട് പോയി. അപ്പം തൊട്ടടുത്തുള്ള പ്ലോട്ടാണ്, അവിടേക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു വലിയൊരു കാർ ഇവിടെ നിർത്തിയിരുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഗേറ്റ് ആകുമ്പോൾ അതിന്റെ മുകളിൽ തട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോമ്പൗണ്ടിന്റെ സൈഡിലൂടെ തന്നെ അത് സ്ലൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. തീർച്ചയായും. സ്ലൈഡിങ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് വാളിലൂടെ സ്ലൈഡ് ചെയ്ത് പോകും അല്ലേ? വാളിന്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിലേക്ക് അങ്ങനെ ചെരിഞ്ഞു നിൽക്കും. അപ്പോൾ വണ്ടിക്കൊന്നും തട്ടാത്ത രീതിയിൽ, തടസ്സമില്ലാത്ത രീതിയിൽ ഫുൾ ഓപ്പൺ ആക്കി ഇടാൻ സാധിക്കും. അപ്പോൾ സാധാരണ ഇങ്ങനെ ഇതേപോലെ സ്വിംഗ് ആയിട്ട് ഓപ്പൺ ചെയ്യാനോ സ്ലൈഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാനോ സ്പേസ് ഇല്ലാത്ത ആളുകൾക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം അല്ലേ? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഡോറിന്റെയും വിൻഡോന്റെയും ഒക്കെ സൈസിലേക്ക് വരികയാണെങ്കിൽ നല്ല ഹൈറ്റ് തോന്നിക്കുന്നുണ്ടല്ലോ. എത്ര സൈസിലാണ് ലിൻഡൽ കൊടുത്തേക്കുന്നത്? 8 ഫീറ്റ് ഹൈറ്റിലാണ്, 240 സെന്റിമീറ്റർ. 8 ഫീറ്റ്. അതുകൊണ്ട് ആ ഡോർ ഇത്ര വലുതായിട്ട് തോന്നുന്നു. ഈ ഒരു ഫർണിച്ചറിലേക്ക് വരികയാണെങ്കിൽ നമുക്കിതൊരു സിറ്റ് ഔട്ട് എന്നതിനേക്കാൾ ഉപരി ഒരു ചെറിയ സ്പേസ് അല്ലേ? ഒരു വരാന്ത സ്പേസ് അത് മാത്രമേ ആവശ്യമുള്ളൂ. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ? അപ്പൊ നമുക്ക് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല, നേരെ വീട് നകത്തേക്ക്. ഇനി പുറത്തിരിക്കുന്നുണ്ടെങ്കിലും ഒരു റിസോർട്ട് വൈബില് നൈറ്റിലൊക്കെ നല്ലൊരു ആംബിയൻസ് ആണ്. അതിന് പറ്റുന്ന രീതിയിൽ ഒരു ആർച്ച് ഷേപ്പിലുള്ള വിൻഡോയും കൊടുത്തിട്ടുണ്ട് അല്ലേ? പ്ലാസ്റ്ററിംഗിൽ ഇതേപോലെ ലൂവേഴ്സ് കൊടുത്തിരിക്കുക അല്ലേ? നോക്കി അതേ ലൂവേഴ്സ് തന്നെ നമുക്ക് ഈ ഒരു വിൻഡോയിലും കാണാൻ സാധിക്കും. വിൻഡോന്റെ കൊളോണിയൽ ഡിസൈൻ ആകുമ്പോൾ ആ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഒന്നും കൂടെ ഒരു ആംബിയൻസ് കിട്ടും. ശരിയാ. മാത്രമല്ല ഈ വിൻഡോനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ ഇന്റീരിയറിൽ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിൻഡോ കൂടെയാണ്. അത് അകത്ത് കയറിയിട്ട് നമുക്ക് കാണാം അല്ലേ? ഇതാണ് വീടിന്റെ ലിവിംഗ് റൂം. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിവിംഗ് റൂം സ്പേസ് ആട്ടോ നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. കിഡിലൻ കളർ തീം, അതിൻ്റെ നല്ലൊരു ആംബിയൻസിൽ ചെയ്തിരിക്കുന്ന ഒരു വാം ലൈറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? 1 by 1 ആയിട്ട് നമുക്കൊന്ന് നോക്കാം. എത്ര സൈസ് ഉണ്ട് റൂം? 360 420. പാസേജ് അടക്കം 420 വരും. റൂമിന്റെ കറക്റ്റ് സൈസ് വരുമ്പോൾ 12 by 12 പാസേജും വരും. അവിടെ പാസേജ്
ഈ റൂമിന്റെ ആ ഒരു സ്പേസ് ചെറുതാണെങ്കിലും ഇതിനൊന്ന് എൻഹാൻസ് ചെയ്ത് നിർത്തുന്ന ഇവിടുത്തെ കളർ തീമാണ്. പ്രീമിയം കളർ പാലറ്റ് ആണ് കേട്ടോ. അതിവിടെ നൽകിയിരിക്കുന്ന ഫർണിച്ചർ ആണെങ്കിലും വാളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്ചർ, ഇത് വാൾപേപ്പർ കൊടുത്തിരിക്കുന്നു. വെയിൻസ്കോട്ട് പാനൽ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലൈറ്റിങ്, TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു അല്ലേ? പാനലിങ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡ് ആണോ? ഇത് മൾട്ടിവുഡ് പാനൽ ചെയ്തിട്ട് അതിൽ വ്യൂ പെയിന്റ് അപ്ലൈ ചെയ്തു. അടിയിൽ ലൈറ്റിംഗ് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റ് ഓറയൊക്കെ കാണാൻ നല്ലൊരു പ്രീമിയം ഫീലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ സീലിംഗിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഗോൾഡ് സ്ട്രിപ്പും കൂടെ പോയിട്ടുണ്ട് അല്ലേ? യെസ്. ഇന്റീരിയർ കളർ പാലറ്റിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട കളേഴ്സ് ഏതൊക്കെ യൂസ് ചെയ്തിട്ടില്ല? ഒരു 3 കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യല്. ഒരു ബീച്ച് ലുക്ക്, ഒരു ബീച്ച്, ഗോൾഡ്, വൈറ്റ്, ആ ഒരു ടോണിലാണ് ഈ വീട് മൊത്തം ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റഡ് ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസ് വരുന്നു അല്ലേ? നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം ഇതെല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് താഴ്ചയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഗാദറിംഗ് സ്പേസ് പോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇത് എല്ലാ ഫാമിലി ഒന്നിച്ച് വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് തുറക്കെ പറഞ്ഞ് ഫ്രണ്ട്സുകളും എല്ലാവരും വരുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണത്. ലിവിങ് റൂമിൽ ഇരിക്കുന്ന സമയത്തും ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ ഒരു ഇത് കാണുന്ന സമയത്ത് നല്ലൊരു ഫീൽ ആയിരിക്കും. നിറയെ മീനുകളുണ്ട് കേട്ടോ. ഈ മീനുകൾക്കൊക്കെ എങ്ങനെയാ തീറ്റയൊക്കെ ഇവിടെ നിന്ന് കൊടുക്കുന്നത്? കുട്ടികളൊക്കെ വരുമ്പോൾ ഫീഡിങ് മൊത്തം കുട്ടികൾ തന്നെയാണ് ചെയ്യാറ്. പുറത്തുനിന്ന് നമ്മൾ പറഞ്ഞൊരു സാധനമാണ് ഈ ഒരു വിൻഡോ അല്ലെ? ആർച്ച് വിൻഡോ. അതിന്റെ സെറ്റപ്പ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. അത് അവിടുന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്കാണ് ആ ഒരു വ്യൂ. ഒന്ന് ഓപ്പൺ ചെയ്യും. ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വ്യൂ വരുന്നത് ഈ ഒരു കോർട്ട്യാർഡിന്റെ വ്യൂ ആണ് വരിക. മാത്രമല്ല അകത്തിരുന്ന് പുറത്തേക്ക് നോക്കിയാലും അത് മറ്റൊരു കോർട്ട്യാർഡ് പോലെ തന്നെ നമുക്ക് വീടിന്റെ ലാൻഡ്സ്കേപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? റൈറ്റ്. ഈ ഒരു വാളിൽ മനോഹരമായിട്ടുള്ള പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വരച്ചാണോ? ഇത് എൻ്റെ ഒരു ഫ്രണ്ട് വരച്ചാണ്. ഞാൻ ഈ ഹൗസ് വാമിങ്ങിന്റെ ആ ഒരു ടൈമിലേക്ക് ഞാൻ പെയിന്റ് ചെയ്യലുണ്ട്, ഡിസൈനിങ് ഒക്കെ ചെയ്യലുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചിട്ട് മൂപ്പര് തന്നെ വന്നുകൊണ്ട് ചെയ്താണ്. ബൈജു എന്നാണ് ആളെ പേര്. എന്താണ് വീടിന് ഇസൽ എന്നുള്ള പേര് വെക്കാനുള്ള പേര്? മകന്റെ മകളെ പേരാണ്. മോന്റെ പേര് ഇസാൻ എന്നാണ്, മോളെ പേര് ലസ എസ്ലീം. അവരെ 2 ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ട് അതിനെ ഒരു മീനിങ് ഉള്ള ഒരു വേർഡാക്കി മാറ്റിയാണ്. ഇസൽ എന്ന് പറയുമ്പോൾ ഈ യൂണിക് എന്നുള്ള ഒരു പേരാ വരുന്നത്. വേർഡും ഒരു യൂണിക്കാണ്. ആ ഒരു രീതിയിലാണ് ഈ പേര് സജസ്റ്റ് ചെയ്യുന്നത്. ഡൈനിങ് സ്പേസ് അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് ഈ വാൾ മിറേഴ്സ് തന്നെ തുടങ്ങാം. മിറേഴ്സ് അല്ലേ ഇത് കൊടുത്തിരിക്കുന്നല്ലേ? അതെ, ഒരു ഗോൾഡൻ കളറിലുള്ള മിററാണ്. ടിൻഡഡ് ആയിട്ട് വരുന്ന മിറേഴ്സ് ആണ്. അതിൽ തന്നെ മോൾഡിങ്സുകൾ കൊടുത്തിരിക്കുന്ന ബോർഡർ പോലെ അല്ലേ? ആ മിറേഴ്സ് നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ്, 6 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് അല്ലേ? അതിൽ തന്നെ ഇത് ടൈലാണോ എൻ്റെ മുകളിൽ വരുന്നത്? ടൈലാ വരുന്നത്. ഈ ഫ്ലോറിംഗിൽ കൊടുത്തതും ടൈൽ തന്നെയല്ലേ? ആ ടൈലിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ കൗണ്ടർ ടോപ്പിന് കൊടുത്തിരിക്കുന്നത് അല്ലേ? യെസ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തതാണ് അത്. ഓരോ ഏരിയ അനുസരിച്ച് ഇപ്പോൾ ഈ ഏരിയയിൽ ഇവിടുന്ന് കുറച്ചൊന്നും ഇങ്ങോട്ട് വന്നാൽ കുറച്ച് കൺജസ്റ്റഡ് ആയി നമ്മൾ പാസേജിലേക്ക് കയറുന്ന ഒരു വരും. അപ്പോൾ കസ്റ്റമൈസിങ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ ഇതിനോട് മാച്ച് ചെയ്തിട്ട് ഈ ഒരു ഏരിയക്ക് ഈ പാസേജ് ഫുള്ള് ഫ്രീ ആയി കിട്ടുന്ന രീതിയിൽ ആ ഒരു മെഷർമെന്റിൽ നമ്മൾ കസ്റ്റം കറക്റ്റ് അളവെടുത്തിട്ട് ആ ഒരു ഡിസൈനിൽ ചെയ്യിപ്പിച്ചെടുത്തതാണ്. യെസ്. നേരെ ആ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിരിക്കുന്നു. ഒരു ഗോൾഡൻ ഫിനിഷ് അവിടെ കൊണ്ടുവന്നു. അവിടെ ഗോൾഡ്. യെസ്. നമുക്ക് ആ ഒരു ഏരിയക്ക് ഒരു പ്രത്യേകത കൊണ്ടുണ്ട്. നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ബോക്സ് ആണ്. അത് കംപ്ലീറ്റ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെയർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നേരെ ആ കോർട്ട്യാർഡ് സ്റ്റെയർ പോകുന്ന രീതിയിലാണ് സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കൊടുത്താൽ മതി. റൈറ്റ്. ഇത് നമുക്ക് ഫുൾ ആയിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. മുകളിലേക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും സ്പേസ് നമ്മൾ കണ്ടിട്ടോ അല്ലെങ്കിൽ മുകളിലുള്ള ഒരു ഏരിയ നമ്മൾ ഇപ്പം തന്നെ പ്ലാൻ ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അടിപൊളി ഒരു ഐഡിയ ആണ് കേട്ടോ. ഈ ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ നല്ല കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ പിക്ക് ചെയ്തെടുക്കുന്ന ലൈറ്റ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ലൈറ്റുകൾ ഒത്തിരി തെരഞ്ഞെടുത്താണോ ഈ ലൈറ്റുകളൊക്കെ? അതെ. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഓടി നടന്ന് ഈവൻ ഓരോ പാർട്ടും നമ്മൾ തന്നെ പോയിട്ട് സെലക്ട് ചെയ്ത് എടുക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ലത്. അപ്പം ഇപ്പോൾ ഈ ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ലൈറ്റ് ഒരു കേർവ്ഡ് ഷേപ്പാണ്, വാളിലുള്ളത് കേർവ്ഡ് ഷേപ്പാണ്, ക്ലോക്ക് റൗണ്ടാണ്, നമ്മൾ മിറർ വരുന്ന ഭാഗത്ത് അത് റൗണ്ടാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ടത് നമ്മൾ തന്നെ
പോയി കണ്ടെത്തുക എന്നുള്ളതാണ്. യെസ്, നേരെ ഇവിടെ ഒരു പാറ്റിയോ സ്പേസിനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് അല്ലേ, നമുക്കിത് ഓപ്പൺ ചെയ്തുകൂടെ? ഇങ്ങനെയല്ലേ ഓപ്പൺ ചെയ്യുന്നല്ലേ? യെസ്, നേരെ ഇവിടേക്ക് ഇറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ടല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ കേട്ടോ. ആ ഒരു കോർട്ട്യാർഡ് സ്പേസ് വരെ നമുക്ക് ഇവിടുന്ന് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിറയെ വാളിലൊക്കെ കോമ്പൗണ്ട് വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ വാട്ടർ ഡ്രെയിൻ ഇവിടുന്ന് കാണാം അല്ലേ. ഈ സൈഡ് വ്യൂ കാണുമ്പോൾ ഒരു പ്രത്യേക രസം ആ ഒരു വാട്ടർ ഫോളിന് അവിടെ നൽകിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൈനിങ്ങിൽ നമ്മള് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ആ ഒരു വാട്ടർ ഫൗണ്ടൈൻ്റെ ഒരു സൗണ്ട് ഒക്കെ ഇവിടേക്ക് വരും. പിന്നെ മഴയുള്ള സമയത്താണെങ്കിൽ ആംബിയൻസ് വേറെ തന്നെയാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ടൊക്കെയാണെങ്കിൽ ആ മഴ അവിടുന്ന് നേരെ ഡയറക്റ്റ് ഈ പ്ലാന്റിലേക്ക് ഇങ്ങനെ വീഴും. നല്ലൊരു ആംബിയൻസ് ആണ്. ഇനി എടുത്തു പറയാനുള്ള സാധനമാണ് ഈ ഫോട്ടോ കൊളാഷ് അല്ലേ. നല്ലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് കൂടിയാണ്. എല്ലാത്തിനും ഒരു ഗോൾഡൻ ബോർഡറും കൂടെ കൊടുത്തിരിക്കുന്നത്. യെസ്, ഇത് DB ആണോ കുറച്ച് മുന്നോട്ടിരിക്കുന്നത്? DB ബോക്സ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. ഓപ്പൺ ചെയ്യാൻ പറ്റും. DB ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫുൾ ഫാമിലിയുടെ ഫോട്ടോ ഇത് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തു. ശരി. വൈഫ് എപ്പോഴും ഇങ്ങനെ പറയും, വീടെടുക്കുമ്പോ നമുക്കൊരു വാള് വേണം. വാളില് നമ്മളെല്ലാ ഫാമിലി ഫോട്ടോസും. ഇപ്പത്തെ ന്യൂജൻ കപ്പിൾസിന്റെ ഒക്കെ ഒരു ഡ്രീം ആണ് ശരിക്കും ഇങ്ങനെ ഒരു വാൾ എന്ന് പറയുന്നത് അല്ലേ. വാഷ് നമുക്കൊന്ന് കാണാം. ഇവിടെയാണ് വാഷ് എടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് ആട്ടോ. ഇതേപോലെ ബാക്ക് ലൈറ്റ് മിററിന് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കുന്നത്, നമുക്ക് ഇതുപോലത്തെ ഒരു വീടാണ് വേണ്ടത്, നമ്മുടെ സ്പേസിലേക്ക് കസ്റ്റം ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ വാഫ്റ്റ് കമ്പനിയെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ഭംഗിയാക്കിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് തരുമോ? തീർച്ചയായും. എന്തൊക്കെ സർവീസുകളാണ് നിങ്ങളുടെ കമ്പനിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? കമ്പനിയിൽ കൺസൾട്ടിങ് ആണ് കൂടുതൽ നമ്മൾ ചെയ്യാറ്. ഇപ്പോൾ അബ്രോഡുള്ള ഫാമിലീസും ഇതേപോലെ കപ്പിൾസ് ഫാമിലിയാണ് കൂടുതൽ നമ്മളെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യല്. അവര് ഇവിടെ ആരും ഉണ്ടാവില്ല നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവര് നമ്മളെ തന്നെ ഏൽപ്പിച്ച് മൊത്തം നിങ്ങളെ അണ്ടറിൽ തന്നെ ചെയ്തു തരുന്നുണ്ട്. അപ്പം വിസിബിൾ ആയിട്ടുള്ള നല്ല കോൺട്രാക്ടേഴ്സിനെ അണ്ടറിൽ നമ്മൾ ചെയ്തു കൊടുക്കും. യെസ്, നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതെ അതെ. പ്ലാനിങ് മുതൽ വീടിന്റെ ഹൗസ് വാമിങ് വരെയുള്ള ഈച്ച് സ്റ്റേജിൽ നല്ലൊരു ഹെൽപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവോ? ഹൗസ് വാമിങ്ങിന്റെ തലേന്ന് വരെ എല്ലാവരും വളരെ ആക്റ്റീവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം ഇന്റീരിയറിന്റെ സമയത്തൊക്കെ ഫുള്ളി നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ടീം തന്നെ വന്നുകൊണ്ട് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് പിറ്റേന്ന് വരെ ഹൗസ് വാമിങ്ങിന്റെ കീ ഒരു ചെയ്യാം. നേരെ നമ്മള് ഇവിടെ എത്ര ബെഡ്റൂമുകളാണുള്ളത്? 2 BHK 2 ബെഡ്റൂം. അവിടെ 2 ബെഡ്റൂമുകളാണുള്ളത്. വലിയ ബെഡ്റൂമുകളാണോ ചെറിയ ബെഡ്റൂമുകളാണോ എങ്ങനെയാ സൈസ്? ഒരു കിഡ്സ് ബെഡ്റൂം ഉണ്ട്, ഒരു 10x10 ആയിട്ട് വരുന്ന 100 സ്ക്വയർ ഫീറ്റ് മോന്റെ റൂമാണ്. ഇത് വരുന്നത് മാസ്റ്റർ റൂം പോലെ ഒരു 12x11 സൈസാണ് വരുന്നത്. ബെഡ്റൂം കാണുന്നതിന് മുമ്പ് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കിച്ചൺ ഒന്ന് കാണിക്കുക എന്നുള്ളത്. കിച്ചന്റെ ഡോറിൽ നിന്ന് മുതൽ വെറൈറ്റികൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. ഒന്ന് കാണിച്ചു കൊടുക്കും ഡോറുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഡോറ് സ്ലൈഡിംഗ് ഡോർ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തത്. സ്ലൈഡിംഗ് ആണ്. അപ്പൊ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള സ്ഥലം വേസ്റ്റ് ആക്കുന്നില്ല. നേരെ എങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് എങ്ങോട്ട് അകത്തേക്ക് കയറ്റി വെക്കുന്നത്? ഇങ്ങോട്ട് കയറ്റി വെക്കുന്നത്. അകത്ത് കയറിയാലാണ് അതിന്റെ സെറ്റപ്പുകൾ ശരിക്കും കാണാൻ സാധിക്കുക. അകത്തുനിന്ന് കൃത്യമായിട്ട് കാണാം ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഒരു പാനലിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഒരു ഇൻഡസ്ട്രിയൽ ഒരു ഫ്രെയിം ചെയ്തിട്ടാണ് ഇതിനൊരു ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്തത്. ശരി. ഇത് സ്ലൈഡിങ്ങിന്റെ ട്രാക്ക് ടോപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പൊ അത് കാണാത്ത രീതിയിൽ ഇവിടെ ഒരു പാനലിംഗ് കൂടെ കൊടുത്തു. ഇത് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കൂടുതൽ ഫംഗ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. കിഡിലൻ ഐഡിയ കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് തന്നെ അതും ഈ കളർ കൊടുത്തിരിക്കുന്ന നോക്കും, നല്ലൊരു പ്രീമിയം കളർ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കും. കുറച്ചൊരു ഡാർക്ക് ടോൺ ആണ്. ബീജിൽ നിന്ന് കുറച്ചൊരു ഡാർക്കിലേക്ക് പോകുന്നു അല്ലെ. ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഒക്കെ വരുന്ന ഒരു ടോണിലേക്ക് വരുന്നു. ഇത് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ട് വർക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാനും സാധിക്കും. കിച്ചൻ്റെ ഒരു ലേഔട്ട് നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അവിടെ തന്നെ ഫ്രിഡ്ജിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫ്രിഡ്ജിനുള്ള സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഇതിന്റെ പുറത്ത് വർക്ക് ഏരിയ ഉണ്ടോ? വർക്ക് ഏരിയ ഇല്ല, എക്സിറ്റ് ആണ് വരുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അപ്പർ ക്യാബിനറ്റുകളൊക്കെ ഫുൾ ഹൈറ്റിൽ കൊടുത്തിരിക്കുക അല്ലെ. ഇവിടുന്ന് മുകളിൽ വരെ നമ്മൾ റൂഫ് സീലിംഗ് വരെ കൊടുത്തിരിക്കുകയാണ്. ഇവിടേക്ക് വരികയാണെങ്കിൽ എന്താ കൗണ്ടർ ടോപ്പ് കൊടുത്തേ?
ഇത് 15 mm thickness വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വർക്ക്മാൻഷിപ്പ് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടൈലാണെങ്കിലും ഇവിടെ ഈ 45 ഡിഗ്രി ചെയ്യുന്ന സമയത്തൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കിച്ചണൊക്കെ എന്താ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ? കിച്ചണിന്റെ ഏരിയയിൽ നമ്മൾ കൂടുതലും മൾട്ടിവുഡ് ആണ്. മൾട്ടിവുഡാണ്. നനഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ അല്ലേ? അതില് അക്രിലിക്കിന്റെ പാനൽസ് ആണ്. അക്രിലിക് കൊടുത്തു. ശരി ശരി. അക്രിലിക് ലാമിനേറ്റ്. എലിക്കയുടെ ഹുഡ് ആൻഡ് ഹോബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് സിങ്ക്. വാളിൽ കൊടുത്തിരിക്കുന്ന ടൈലൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഈ ഒരു തരത്തിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്നൊരു ടൈല്. ഇതെന്താ ശരിക്കും സ്റ്റോറേജ് സ്പേസ്? ശരിക്കും സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ കിട്ടൂല. 2 ഡോറ് കിട്ടും, മുകളിലും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഒരു സ്റ്റോർ റൂം ഇല്ലെങ്കിലും കംപ്ലീറ്റ് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഹൈഡ് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. സാധാരണ നമ്മൾ ഇതേപോലെയുള്ള സ്റ്റോർ റൂം സ്പേസുകൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു വീട്ടിൽ ഹോം ടൂർ എടുക്കാൻ ചെന്നിട്ട് വർക്ക് ഏരിയ സ്പേസ്, ഫ്രിഡ്ജ്, ഇതൊന്നും ഞങ്ങൾ ഓപ്പൺ ആക്കാറില്ല. ഒരു പ്രൈവസി കൂടെ നമ്മൾ നോക്കണമല്ലോ. ഇത് വളരെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് കാണിക്കാൻ നല്ല ഭംഗിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷെൽഫുകൾ കൊടുത്തിരിക്കുന്നു അല്ലേ? സിമ്പിൾ ആയിട്ട് ഷെൽഫുകൾ കൊടുത്തിരിക്കുന്നു. നല്ല സ്റ്റോറേജ് സ്പേസ് അവിടെ കിട്ടും. കിച്ചന്റെ സൈസ് ഏകദേശം എത്രയാണ് പറയാൻ പറ്റും? ഇത് 3 മീറ്റർ 390 സൈസ്, 13 വീതി, അതേപോലെ 13 നീളം, അത് 10 വീതി വരുന്ന അല്ലേ? ഇനി ബെഡ്റൂമുകൾ നമുക്കൊന്ന് കാണാം. ബെഡ്റൂമുകളൊക്കെ ഒന്ന് കാണാം. പൊതുവേ നമ്മളൊരു വീട് വെക്കുന്ന സമയത്തെ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടുകാരോട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം വീടാണെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറോട് ചോദിക്കണം, നിനക്ക് എങ്ങനത്തെ വീടാണ് ഇഷ്ടം, എങ്ങനെയുണ്ടായിരുന്നു വൈഫിന്റെ ഒരു പ്രതികരണം ഈ ഒരു ഡിസൈനിലേക്കൊക്കെ വരുന്ന സമയത്ത്? 2 പേരും കൂടി ഇരുന്നിട്ടാണോ ഡിസൈനൊക്കെ ചെയ്തത്? വൈഫിന്റെ സജഷൻ നമ്മൾ തീർച്ചയായിട്ടും എടുക്കണമല്ലോ. അതാണ് പ്രധാനം. അപ്പം നമ്മൾ ഡിസൈനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഹൗസ് വാമിംഗ് സമയത്ത് ചില ക്ലയൻസ് നമ്മളെ ഫാമിലി അടക്കം ഇൻവൈറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പോയി കാണാറുണ്ട്. അപ്പം ഹൗസ് വാമിംഗിന് ഫാമിലിനെ കൊണ്ടുപോകും. അതെ, തീർച്ചയായിട്ടും കൊണ്ടുപോകും. അപ്പോൾ ആ സമയത്ത് ഈ ഒരു തീമാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു തീം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വർക്ക് ഇങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു കൊളോണിയൽ തീമിനോട് അവൾക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്റീരിയർ ഈ ഒരു തീമിലേക്ക് നമ്മൾ ചെയ്യാന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഒരുവിധം ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു തീമായിരിക്കും ഇഷ്ടം തോന്നുന്നു. ഒരു ന്യൂട്രൽ കളർ പാലറ്റ്, ഒരിക്കലും ഒരു മടുപ്പ് തോന്നാത്ത ഡിസൈൻ, ട്രെൻഡ് ഔട്ട് ആവാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ്. പിന്നെ എത്ര ചെറിയ സ്പേസ് ആണെങ്കിലും നമുക്ക് നല്ല എലഗന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കല്യാണത്തിനൊക്കെ ആൾക്കാർ ഒരു റൂം മാത്രമായിട്ട് സെറ്റ് ചെയ്യുന്നത് കാണാം ഇതേ ഒരു തീമില്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വലിയൊരു മിറർ കൊടുത്തിരിക്കുന്നു അല്ലേ? ഇവിടെയുണ്ട് മിററിന്റെ എലമെന്റ്. ആ ഒരു മിറർ വരുമ്പോൾ എലഗന്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ഫുൾ കർട്ടൻസ്. ബാക്കിയുള്ള ഒരു സജഷനാണ്, ഒരു ഫുൾ ലെങ്ത് ഉള്ള മിററാണ്. ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് കാണുന്ന രീതിയിലുള്ള. മാത്രമല്ല ഇന്റീരിയറിന്റെ സ്പേസ് നന്നായിട്ട് വലുതായിട്ട് നമുക്ക് തോന്നിക്കും. ഇതാണ് വാർഡ്രോബ്. നമ്മുടെ കിച്ചണില് സ്റ്റോർ റൂമിൽ കൊടുത്ത അതേ ഒരു പാറ്റേൺ തന്നെ ഇവിടെ. ഒരു മൈക്ക ഈ ലാമിനേറ്റ് ഫിനിഷ് എല്ലാ ഭാഗത്തും ഒരേ പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തത്. അതിൽ വേറെ ഡിസൈനും കളേഴ്സും ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു നിയോ ക്ലാസിക്കൽ സീലിംഗ് ടൈപ്പ് തന്നെ ഇവിടെ സെയിം പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ആണെങ്കിലും ഫ്ലോറിംഗിൽ കൊടുത്തിരിക്കുന്ന ടൈലാണെങ്കിലും സെയിം ത്രൂ ഔട്ട് സെയിം കൊടുത്തിരിക്കുന്നത് അല്ലേ? നല്ല ഭംഗിയിൽ സെറ്റ്. ഇനി ബാത്റൂം ഒന്ന് കണ്ടാലോ? ബാത്റൂം നമുക്ക് കാണിക്കാലോ അല്ലേ? ചെറിയ സ്പേസ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ബാത്റൂമിൽ? ക്ലോസറ്റിന്റെ ലെഡ്ജ് വാള് വരുന്ന സമയത്ത് അതിനൊരു ഒരു വാൾ ഇങ്ങനെ തള്ളി നിൽക്കും. ആ ഒരു സ്പേസ് നമ്മൾ വാള് സീലിംഗ് വരെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തു. അപ്പൊ നമുക്ക് ക്ലീനിങ്ങിന്റെ സാധനങ്ങളൊക്കെ. ശരിയാണ്. നേരെ നമ്മുടെ ഈ ഷവർ ഏരിയയിലേക്ക് പോവാണെങ്കിൽ അവിടെ ഇതേപോലെ ഒരു നിഷ് കൊടുത്തിട്ടുണ്ടല്ലോ സ്റ്റോറേജ് സ്പേസ് ആയിട്ടുള്ള. സിവിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഒരു കട്ടിങ് ഇട്ടിട്ട് പണി നടക്കുന്ന സമയത്ത് പടവിന്റെ സമയത്ത് തന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പൊ നമുക്ക് ഇതേപോലെ നല്ല സാധനങ്ങളൊക്കെ വെക്കാം, നമ്മളെ സോപ്പും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആക്കി മാറ്റാം അല്ലെ? അത് നല്ലൊരു കിടിലൻ കൺസെപ്റ്റ് ആണ്. ഒരു ഏരിയ ആകുമ്പോൾ അങ്ങനത്തെ ഒരു നിഷ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു ഇതൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക്. അതെ. മാത്രമല്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ ഫ്ലോറിലും വാളിലും ഇനിയിപ്പം ഗ്രൂമിന്റെ ഫ്ലോറിലൊക്കെ ഒരു സിംഗിൾ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരേ പാറ്റേൺ വീട്ടിലെല്ലായിടത്തും ഒരേ ടൈൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ അല്ലെ? കിഡ്സിന്റെ ബെഡ്റൂം. മകന്റെ റൂമാണ്. യെസ്. 2 മക്കളാണോ? 2 മക്കളാണ്. എത്രയിലാണ് പഠിക്കുന്നത്? 2 പേരും 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരാള് ചെറിയ കുട്ടി, 1 വയസ്സായിട്ടുള്ളൂ. ചെറുതാണ്.
ഓ ശരി. അവള് പിന്നെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. യെസ്, ആ റൂമിലായിരിക്കും, മകൻ ഈ റൂമിലായിരിക്കും അല്ലേ? മകന് റൂമാണ്. പിന്നെ പാരന്റ് ഉപ്പയും ഉമ്മയൊക്കെ വരുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന റൂമാണ്. യെസ്, ഇവിടെ ക്യൂൻ സൈസ് കട്ടിലാണ്. വാളിൽ കൊടുത്തേക്കുന്ന വാൾപേപ്പർ ആണ്. പിന്നെ മൾട്ടിവുഡിൽ റീപ്പേഴ്സ് കൊടുത്തിട്ട് നമ്മൾ സെയിം കളർ പെയിന്റ് തന്നെ ചൂസ് ചെയ്തത്. യെസ്, നേരെ ഇതാണ് സെറ്റപ്പ് വരുന്നത്. പഠിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ അയൺ ടേബിൾ ആക്കാൻ പറ്റും. ഇവിടെ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട് അല്ലേ? മുകളിൽ ഒരു ഷെൽഫ് ഇതേപോലെ. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ സെയിം പാറ്റേണിൽ തന്നെ വാർഡ്രോബ്, ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അല്ലേ? യെസ്, ഇത്രയാണ് ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു മൈക്രോ ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഒന്നിനും ഒരു കുറവ് വരുത്താത്ത രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങളുടെ കമ്പനിയെ ഒരാൾ ബന്ധപ്പെടുകയാണ്, നല്ലൊരു വീട് വേണം. അങ്ങനെ വരുന്ന സമയത്ത് ഏത് ടൈപ്പ് വീടുകൾ ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? നമ്മൾ എടുത്തിപ്പോൾ കൂടുതലും വരുന്നത് ഒരു 4000-5000 സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളാണ് കൂടുതലായിട്ട് നമുക്ക് എൻക്വയറി വരാറ്. അത് ഒരുപാട് അത്യാവശ്യം സ്പേസിലുള്ള, അതായത് സ്ഥലങ്ങൾ അത്യാവശ്യമുള്ള സ്പേസിലാണ് നമുക്ക് കൂടുതൽ. നേരെ മറിച്ച് ഒരു കുറഞ്ഞ ഏരിയയിൽ ഒരു 10 സെന്റിന്റെ 10 സെന്റ് അതിൽ കുറഞ്ഞിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കും അതിൽ ഒന്നും കൂടെ ഇൻക്ലൂഡായി ആ ഒരു രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഡിസൈനിൽ നമ്മളൊരു സിഗ്നേച്ചർ വരുന്ന രീതിയിൽ ഒരു നോർമൽ സ്റ്റൈലിൽ നിന്ന് വിട്ടിട്ട് കുറച്ചുകൂടെയും ഒരു ആർക്കിടെക്ചറൽ ആയിട്ട് കുറച്ച് വെയിറ്റേജ് കൊടുക്കുന്ന പ്രൊജക്ടുകളാണ് താല്പര്യം. അതെ അതെ, ആ ഒരു രീതിയിലുള്ള പ്ലാനിങ്ങുകളും ഡിസൈൻ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. യെസ് യെസ്. ഈ ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി അല്ലേ കൊടുക്കുന്നത് അല്ലേ? ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ആണ് കൊടുക്കുന്നത്. കുറഞ്ഞ ആളുകൾ, ഇപ്പോൾ അബ്രോഡുള്ള ആളുകൾ, പിന്നെ ഇവിടെ തന്നെ നോക്കാൻ കഴിയാത്ത ആളുകൾ, അപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മളെ അണ്ടറിലുള്ള കോൺട്രാക്ടേഴ്സിനെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്താണ് ചെയ്യും. ഒരുപാട് വർക്കുകൾ വരുമല്ലോ, പെയിന്റിംഗ് ആണെങ്കിലും മറ്റേ കാർപ്പൻട്രി വർക്കുകളാണെങ്കിലും ഒക്കെ, അതിനൊക്കെ നല്ല നല്ല ആൾക്കാർ നിങ്ങൾ സെറ്റ് ചെയ്തു. ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവര് നിയറസ്റ്റ് ഉള്ള ആൾക്കാർ, അവർക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് ഒരു ആർക്കിടെക്ചറിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ അടുത്ത് ചിലപ്പോൾ ഒരുപാട് പേരെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള 3-4 പേരായിരിക്കും ഉണ്ടാവുക. അതായത് സ്കിൽ ലേബേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് ചിലപ്പോൾ അവർ ചൂസ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ലേബറൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ അതൊരു ഫിനിഷിങ് വേറെ തന്നെ ആയിരിക്കും. നല്ല ഫിനിഷിങ് ആയിരിക്കും, നല്ല മെറ്റീരിയൽ ചൂസ് ചെയ്യുക. സ്വന്തം വീടായതുകൊണ്ട് ചോദിക്കട്ടെ, ഇതിപ്പോൾ ചെറിയ സ്പേസിലാണെങ്കിലും ഇതുപോലൊരു വീട് ഫുൾ വർക്കുകളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ഇന്റീരിയർ ഒക്കെ ചെയ്യാൻ എറൗണ്ട്, നിങ്ങളിപ്പം നിങ്ങളെ വീടായതുകൊണ്ട് നിങ്ങളുടെ കൺസൾട്ടൻസി ചാർജ് ഒന്നും ഇതിൽ വരില്ല, ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ ചെയ്യുന്നതായതുകൊണ്ട്. എന്നാൽ ഏകദേശം എത്ര കോസ്റ്റ് വന്നു? ഇപ്പോൾ അറൗണ്ട് ഒരു 35 ലാക്ക് നമുക്ക് മൊത്തം വീടിന് മാത്രം ഇന്റീരിയർ അടക്കം വന്നിട്ടുണ്ട്. അതിൽ ഇലക്ട്രോണിക് ഐറ്റംസ് പ്ലസ് വരും, ലൈറ്റുകൾ അങ്ങനത്തെ ഇന്റീരിയർ സിവിലൊക്കെ ഓൾമോസ്റ്റ് ഒരു 35 ലാക്കാണ്. ഈ വീട് വെച്ച് പണിത് കഴിഞ്ഞു ആൾക്കാർ, വീടിന്റെ വാർപ്പൊക്കെ കഴിഞ്ഞു, ഇനി അടുത്ത തേപ്പാണ്. അപ്പൊ അവർ ഇന്റീരിയറിന് വേണ്ടിയിട്ട് നിങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു രീതിയിൽ ഇന്റീരിയർ ചെയ്ത് കൊടുക്കുമോ? തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. അങ്ങനെ നമുക്ക് കൂടുതൽ വർക്ക് വരാറുണ്ട്. ഇന്റീരിയറിന്റെ കണ്ടിട്ട് സിവില് കഴിഞ്ഞിട്ട് ഇന്റീരിയർ നമ്മളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സ്റ്റേജിൽ ഏത് സ്റ്റേജിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്? അവര് തീർച്ചയായിട്ടും ഒരു സ്ട്രക്ചർ കഴിഞ്ഞിട്ടെങ്കിലും നമ്മള് ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന സമയത്തെങ്കിലും വിളിക്കണം. ഇലക്ട്രിക്കൽ സമയത്ത് ഇന്റീരിയറിന്റെ പോയിന്റ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതേപോലെ ഇതേപോലത്തെ ലൈറ്റ് ഒക്കെ വെക്കണമെങ്കിൽ അതിന്റെ ഒക്കെ പോയിന്റ് നേരത്തെ അത് അവിടെ ചെയ്തു വെച്ചാലേ ചെയ്യാൻ സാധിക്കും. റൈറ്റ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. ഒരു പ്രോഗ്രാം ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാം. പ്രൊഫഷണൽ ആർക്കിടെക്ചറൽ സർവീസ് ആവശ്യമുള്ള ആളുകൾ, അതായത് ഇദ്ദേഹം ഒരു ആർക്കിടെക്ചറൽ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സർവീസുകൾ ആവശ്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം കമൻറ്റുകളായിട്ട് ചോദിക്കേണ്ട ആളുകൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റുകളായിട്ട് കാര്യങ്ങൾ ചോദിക്കാം, ജനറലായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. അതല്ല, ഒരു സർവീസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് കൃത്യമായിട്ടൊരു സർവീസ് വേണമെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്ലൈ ചെയ്യാമല്ലോ അല്ലേ? ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ ഞാൻ അതിൻ്റെ കൂടെ നൽകുന്നുണ്ട്. ഇവർ ചെയ്തിട്ടുള്ള മറ്റു വർക്കുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. ഓഫീസിൻ്റെ ലൊക്കേഷനും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കാണാൻ സാധിക്കും. ഇതുപോലെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ